മുടി ഒരു ഭാഗം ഇങ്ങനെ നരച്ചിരിക്കുക ജന്മസിദ്ധമായിട്ട് കുട്ടിക്കാലത്തെ. അത്രയും ഭാഗം ഈ തലയുടെ ഒരു ഭാഗം നരച്ചിരിക്കുക. ഇവൻ എപ്പോഴൊക്കെ കക്കയിറച്ചി കഴിക്കുന്നു അപ്പോഴൊക്കെ കറുക്കും. പിന്നെ ഒരു 4-5 മാസത്തേക്ക് കറുത്തിരിക്കും. ഉദരവ്യാധിയിലൊക്കെ എത്തിപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. എപ്പോഴും ആഹാരം പിടിക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെ അർശസ് വരിക, പൈൽസ് ഇങ്ങനെയൊക്കെ കാണാം. അതല്ലാത്തവരുണ്ട്, ഇല്ലെന്നല്ല. അത് ഗ്രഹനിലയുടെ പ്രത്യേകതകൾ കൊണ്ട്. ഇനി ഗ്രഹനിലയും കൂടി കുഴപ്പമാണ് എങ്കിൽ ഇപ്പോൾ 6-ൽ ആദിത്യം നിൽക്കുന്നു, വൃശ്ചികം ലഗ്നമാണ്, വൃശ്ചിക കൂറും കൂടി വന്നു, ഒക്കെ പ്രശ്നമാണ്. ഒന്നുകൂടി പ്രശ്നമാണ്. സഞ്ജയൻ സർ, ഭാവിയിൽ വന്നേക്കാവുന്ന അസുഖങ്ങൾ, അതിനെപ്പറ്റി നമുക്ക് ജ്യോതിഷവശാൽ മനസ്സിലാക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. ഗ്രഹനില കാണുമ്പോഴേ അറിയാൻ വരാവുന്ന രോഗങ്ങളെക്കുറിച്ചൊക്കെ. അത് പിന്നെ അതിനെ നമ്മൾ ഏതൊക്കെ ദശാകാലത്താണ് വരാൻ സാധ്യത, ഏതൊക്കെ ദശയിൽ ഏതൊക്കെ അപഹാരങ്ങളിലാണ് വരാൻ സാധ്യത, ഇങ്ങനെയും കണക്കാക്കാനൊക്കെ. ഒരു ഗ്രഹനില കാണുമ്പോൾ തന്നെ ആ ഗ്രഹനില പ്രകാരം വരാവുന്ന രോഗങ്ങളെക്കുറിച്ച് അപ്പോഴേ അറിയാനൊക്കെ. ഇപ്പോൾ ഈ അടുത്ത സമയം കൊണ്ട് കൂടുതലായിട്ട് എൻ്റെ അടുക്കൽ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട്. അത് ഗ്രഹനില ഇനി എന്നോട് ചോദിച്ചില്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും, ഇന്ന രോഗങ്ങൾ സൂക്ഷിച്ചോണം, ഇന്ന രോഗങ്ങൾ സൂക്ഷിച്ചോണം, ഏതൊക്കെ കാലയളവിൽ വരാൻ സാധ്യതയുണ്ട്. ഇനി അതിലും കൂടി അടുത്തൊരു പടിയാണ് മാനസിക രോഗങ്ങളെക്കുറിച്ച് പറയുക. മാനസിക രോഗങ്ങളും ശാരീരിക രോഗങ്ങളും വരാനുള്ള സാധ്യതയെക്കുറിച്ച് നമുക്ക് വളരെ സൂക്ഷ്മമായിട്ട് അപഗ്രഥിക്കാനൊക്കെ. വിമിഷ്ടം, ഈ ശ്വാസതടസ്സം, ഇതൊക്കെ വളരെ എളുപ്പം അറിയാം. പിന്നെ ചർമ്മരോഗങ്ങൾ, കരൾ രോഗങ്ങൾ, ഹൃദ്രോഗബാധയ്ക്കുള്ള സാധ്യത, അത് ആദിത്യനുമായിട്ട് ബന്ധപ്പെടുത്തി കുറച്ചേറെ നമ്മൾ ചിന്തിക്കേണ്ടി വരും. ഉദരരോഗങ്ങൾ, ഉദരസംബന്ധമായ രോഗങ്ങൾ, 6-ാം ഭാവം കൊണ്ടും 6-ൽ നിൽക്കുന്ന പാപഗ്രഹങ്ങളെ കൊണ്ടും. 6-ൽ ആദിത്യനൊക്കെ നിന്നാൽ വയറ്റിന് അസുഖമാണ്. ആദിത്യനും കേതുവും ഒക്കെ. 6-ൽ ആദിത്യൻ, കേതു, രാഹു. ആദിത്യൻ 6-ൽ രാഹു നിന്നാൽ പ്രശ്നമാണ്. പിന്നെ ചില നക്ഷത്രക്കാർക്ക് പൊതുവായിട്ട് ചില രോഗങ്ങളെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുണ്ട്. വൃശ്ചികക്കൂറുകാർ പൊതുവെ ശ്രദ്ധിച്ചോണം ഉദരവ്യാധികളൊക്കെ വരാതിരിക്കാൻ. ഗ്രഹനില നന്നായതുകൊണ്ട് ചിലർക്ക് അങ്ങനെ വരാതിരിക്കുന്നു എന്ന് കാണാം. പക്ഷെ ഭൂരിപക്ഷം വൃശ്ചികക്കൂറുകാരും പ്രത്യേകിച്ച് പുരുഷന്മാർ ഉദരവ്യാധിയിലൊക്കെ എത്തിപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. എപ്പോഴും ആഹാരം പിടിക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെ അർശസ് വരിക, പൈൽസ് ഇങ്ങനെയൊക്കെ കാണാം. അതല്ലാത്തവരുണ്ട്, ഇല്ലെന്നല്ല. അത് ഗ്രഹനിലയുടെ പ്രത്യേകതകൾ കൊണ്ട്. ഇനി ഗ്രഹനിലയും കൂടി കുഴപ്പമാണ് എങ്കിൽ ഇപ്പോൾ 6-ൽ ആദിത്യം നിൽക്കുന്നു, വൃശ്ചികം ലഗ്നമാണ്, വൃശ്ചിക കൂറും കൂടി വന്നു, ഒക്കെ പ്രശ്നമാണ്. ഒന്നുകൂടി പ്രശ്നം. അപ്പോൾ 6-ൽ ആദിത്യന് ഒത്തിരി ഗുണവുമാണ്, ഒത്തിരി ദോഷവുമാണ്. അതിൽ ആരോഗ്യ സംബന്ധമായ ദോഷമാണ്. 6-ൽ രാഹു, 6-ൽ കേതു ഇങ്ങനെയൊക്കെ വരുന്നത് ആരോഗ്യ സംബന്ധമായിട്ട് ദോഷമായിരിക്കും. അത് എത്രമാത്രം ഈ കരൾ രോഗങ്ങളെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാനൊക്കെ. പിന്നെ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ, തീർച്ചയായിട്ടും ക്യാൻസറൊക്കെ നമുക്ക് പറയാനൊക്കെ. ഇപ്പോൾ സ്ത്രീകൾക്കുണ്ടാകുന്ന ഗർഭാശയ രോഗങ്ങൾ, അതൊക്കെ ഞാൻ പ്രെഡിക്റ്റ് ചെയ്യാറുണ്ട്. ഇത്ര കാലയളവിനുള്ളിൽ ഗർഭാശയ രോഗങ്ങൾ വരും, ഇപ്പോഴേ സൂക്ഷിക്കൂ, ഇപ്പോഴേ ടെസ്റ്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു വിടും. ഇപ്പം പിന്നെ അത് ഈ ഭക്ഷണ പ്രാകൃതത്വമുള്ളവരെ നമുക്കറിയാനൊക്കെ. അവിടെയും കൂടെ നമ്മൾ പിടികൂടണം. ചിലർ കാണുന്നതിനെല്ലാം കഴിക്കുന്നവരായിരിക്കും, എന്ത് കിട്ടിയാലും കഴിക്കും, മാംസമാണെങ്കിലും സസ്യമാണെങ്കിലും ഒക്കെ. ചിലർക്ക് സമയനിഷ്ഠ കാണില്ല. എന്ന് വെച്ചാൽ എല്ലാം കൃത്യം ഒരു സമയം എന്നുള്ളതല്ല. വിശക്കുമ്പോൾ കഴിക്കുക, ദാഹിക്കുമ്പോൾ കുടിക്കുക, ഇതാണ് ശരിയായ ഒരു സമ്പ്രദായം. അതിനതീതമായി എന്തും എപ്പോഴും വലിച്ചു വാരി കഴിക്കുക എന്നൊക്കെയുള്ളവരുണ്ട്. ഇങ്ങനെയൊക്കെയുള്ളവർക്ക് രോഗസാധ്യതകൾ വളരെ കൂടുതലാണ്. പിന്നെ എണ്ണ ചേരുന്ന ഭക്ഷണപ്രിയരെ നമ്മൾ കുറച്ച് ശനിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കണം. എരിവും പുളിയും, അതൊക്കെ എരിവും പുളിയും അത് തീഷ്ണോഷ്ണങ്ങളായ ആഹാരങ്ങൾ എന്ന് പറയും, അല്ലെങ്കിൽ ഗുരുത്വമേറിയ ആഹാരം എന്ന് പറയും. ഇങ്ങനെ കഴിക്കുന്നവരെയൊക്കെ നമ്മൾ തിരിച്ചറിയണം. പിന്നെ അവരുടെ ഇപ്പോൾ ക്യാൻസറൊക്കെ വരുന്നതിൽ വളരെ ദുഷ്കരമായിട്ട് രോഗം ബാധിക്കുന്ന ചില ലഗ്നക്കാരുണ്ട്. ലഗ്നം, അതിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് വ്യാഴത്തിൻ്റെയൊക്കെ അനുഗ്രഹം ഒട്ടുമില്ലാതിരിക്കുകയും കുംഭം ലഗ്നത്തിൽ ജനിക്കുകയൊക്കെ കൂടെ ചെയ്തു കഴിഞ്ഞാൽ വളരെ മാരകത്വമുണ്ട്. വ്യാഴത്തിൻ്റെ അനുഗ്രഹമേ ഇല്ല, അതിൻ്റെ യാതൊരു വിധത്തിലുള്ള തേജസ്സും ലഭിക്കുന്നുമില്ല എന്ന് വയ്ക്കുക. ചൊവ്വ, ഇതൊക്കെയാണ് എളുപ്പം വയസ്സായി പോകും. ചൊവ്വയുടെ ദശാകാലമൊക്കെ തന്നെ കൗമാരത്തിലൊക്കെ അനുഭവപ്പെടുന്ന നക്ഷത്രങ്ങളുണ്ട്. ആദിത്യ ദശയിൽ ജനിക്കുന്നു, കൗമാരത്തിലേക്ക് യൗവനാരംഭത്തിലേക്ക് എത്തുമ്പോഴേക്ക്
ചൊവ്വ വരുന്നു, ഇങ്ങനെയൊക്കെയുള്ളവർ വളരെ ശ്രദ്ധിക്കണം. പിന്നെ മകയിരം, ചിത്തിരാവിട്ടം, ഈ നക്ഷത്രങ്ങൾ, ഇവർക്കൊക്കെ പൊതുവെ യൗവനം നേരത്തെ വന്ന് നേരത്തെ പോകുന്നതായിട്ട് കാണാം. അതായത് നേരത്തെ വയസ്സാവുന്നത്. യൗവനം നേരത്തെ വരും. ഇപ്പോൾ 10 വയസ്സിൽ തന്നെ കൗമാരത്തിൻ്റെ എല്ലാ തുടിപ്പും വരും. 12 കൗമാരം ആയിട്ടില്ല, പക്ഷേ അപ്പോൾ തന്നെ വരും. 17-18 വയസ്സാകുമ്പോഴത്തേനും ഒരു 33-34 വയസ്സിൻ്റെ ഭാവത്തിലേക്കും ഒക്കെ എത്തും. ഒരു 23-24 വയസ്സാണ്. ഞാനതൊക്കെ അങ്ങനെ ഒത്തിരി പേരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒരു 22-23 വയസ്സാകുമ്പോഴേക്ക് ഇത് ഒരു 48-50 വയസ്സിൻ്റെ മട്ടും കെട്ടും നടപ്പും ഒക്കെ ആകാൻ തുടങ്ങും. എനിക്ക് കുറച്ച് പിന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. അത് ചൊവ്വയാണ്. മുമ്പേ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചൊവ്വയുടെ അനുഗ്രഹം കൊണ്ടാണ് യൗവനത്തെക്കുറിച്ചൊക്കെ ആരോഗ്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞെങ്കിൽ അതേ ചൊവ്വ തന്നെ ആരോഗ്യത്തിനെ ക്ഷയിപ്പിക്കുന്ന തരത്തിലേക്ക് വരും. പിന്നെ കുറച്ച് ഈ എളുപ്പം യൗവനം വന്നിട്ട് യൗവനത്തെ ദുർവിനിയോഗം ചെയ്യുന്ന സ്വഭാവം വരും. അതൊക്കെ അവിടെ യൗവനം എളുപ്പം വരാനും വന്ന യൗവനത്തിനെ ദുർവിനിയോഗം ചെയ്യിക്കാനും സാധ്യതയുണ്ടോ എന്നൊക്കെ ചൊവ്വ രാഹു ബന്ധം കൊണ്ടൊക്കെ ചിന്തിച്ചോണം. അവിടെയൊക്കെ ഇതുപോലെ ഇത് തീരാത്ത ഒരു സബ്ജക്റ്റായി മെഡിക്കൽ അസ്ട്രോളജി. അതെ അതെ. ഇപ്പം ഇതുപോലെ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചാൽ, അല്ലെങ്കിൽ കണ്ടുപിടിക്കുക മീൻസ് നമ്മൾ ഈ പ്രശ്നവശാൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനെന്തെങ്കിലും പരിഹാര മാർഗങ്ങളുണ്ടോ? തീർച്ചയായിട്ടും അതിനെ പറ്റിയൊരു ഭക്ഷണ വ്യവസ്ഥ തന്നെ പറഞ്ഞു വിടും. പിന്നെ ഈ ശാരീരിക ആരോഗ്യത്തിനാണെങ്കിലും മാനസിക ആരോഗ്യത്തിനാണെങ്കിലും പറ്റുന്ന ഭക്ഷണ വ്യവസ്ഥയൊക്കെ പറഞ്ഞു വിടും. അത് ഈ കാണുന്നതിൽ ഞാനിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നോളം ഈ ജ്യോതിഷ വിധിയിലും ആയുർവേദ വിധിയിലും നോക്കുമ്പോൾ ഈ നോൺ വെജ് കഴിക്കുന്നതിൽ ഏറ്റവും അപകടം പിടിച്ച 2 ഭക്ഷണമുണ്ട് ജലവിഭവങ്ങളിൽ, ജലജീവികളിൽ. ഒന്ന് ഞണ്ടും കൊഞ്ചും. ആയുർവേദത്തിൽ ഒരുപാട് മഹാരോഗങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് സൂക്ഷ്മമായി പറഞ്ഞു വെച്ചിരിക്കുന്നത് ഈ ഞണ്ടും കൊഞ്ചുക. പക്ഷേ കാൽസ്യം ഒക്കെ കൊടുക്കും, കാൽസ്യം ഒക്കെ ഉണ്ടെന്ന് പറയും. പിന്നെ ജലജീവികളിൽ ഇപ്പോൾ മീനെന്ന് പറയാനൊക്കില്ലല്ലോ, ഞണ്ടിനെയും കൊഞ്ചിനെയും പെട്ടെന്ന് പറയുമ്പോൾ ഇഴഞ്ഞുമൊക്കെ നടക്കുമല്ലേ, മത്സ്യങ്ങളെ കുട്ടി തുടിച്ച് നടക്കുകയല്ലല്ലോ. അങ്ങനെയുള്ള ജീവികൾ നോക്കുമ്പോൾ കക്ക ഗുണമായിട്ട് കാണുന്നുണ്ട്. നമ്മൾ അത് മാത്രം കഴിക്കൂ എന്നൊക്കെ പറയും. ഞാനൊരു സംഭവം കണ്ടിട്ടുള്ള ഒരു അത്ഭുതം, പക്ഷെ അതൊരു റിസർച്ചിൽ ആരും എടുത്ത് കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിലൊന്നും നടക്കുന്നില്ലല്ലോ. ഞങ്ങളുടെ നാട്ടിലൊരു പയ്യനുണ്ടായിരുന്നു. അവന് മുടി ഒരു ഭാഗം ഇങ്ങനെ നരച്ചിരിക്കുക, ജന്മസിദ്ധമായിട്ട് കുട്ടിക്കാലത്തെ അത്രയും ഭാഗം, ഈ തലയുടെ ഒരു ഭാഗം നരച്ചിരിക്കുക. ഇവൻ എപ്പോഴൊക്കെ കക്കയിറച്ചി കഴിക്കുന്നു അപ്പോഴൊക്കെ കറുക്കും. പിന്നെ ഒരു 4-5 മാസത്തേക്ക് കറുത്തിരിക്കും. പിന്നെ അതിൻ്റെ ഒരു കാലം കഴിയുമ്പോൾ പിന്നെ വെളുക്കുമ്പോഴും ഇവൻ ഇത് കഴിക്കുമ്പോൾ അങ്ങനെയായിരുന്നു അവൻ്റെ ആ ഒരു പ്രായം. പക്ഷെ അതൊക്കെ എന്താണ് നടക്കുന്നത് എന്നുള്ളത് നോക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ ഈ മെഡിക്കൽ അസ്ട്രോളജിയിൽ നമുക്ക് ഗുണം ചെയ്യുന്ന പോയിന്റ്സാണ്. അവനെപ്പോഴും വന്ന് പറയുമായിരുന്നു ഈ ഒരു കാര്യം. അതെന്താണ് അലോപ്പതി ശാസ്ത്രവും മറ്റുള്ളതും ഒക്കെ കൂടുതൽ ആരോഗ്യ ശാസ്ത്രക്കാരൊക്കെ പഠിക്കേണ്ടതാണ്. ഇപ്പോൾ അതൊന്നും ആ തരത്തിലുള്ള ഗവേഷണങ്ങൾ ഇവിടെ നടക്കുന്നില്ല. അപ്പോൾ കക്കയിൽ ഏത് കണ്ടന്റാണ് ഈ മുടി നരയ്ക്കാതിരിക്കാൻ സഹായിക്കുന്നതെന്നും അപ്പോൾ ഏത് കുറവാണ് മാറ്റുന്നതൊക്കെ ജ്യോതിഷത്തിലും ഒക്കെ നമുക്ക് ഗുണം ചെയ്യും. അതൊക്കെ ഏത് വേണം കഴിക്കാനെന്ന് പറഞ്ഞു വിടാൻ. ചിലർ നോൺ വെജ് കഴിക്കാനേ പാടില്ലാത്തവരുണ്ട്. ഇപ്പം ഞാൻ ഈ അടുത്ത സമയത്ത് കൈകാര്യം ചെയ്ത എല്ലാം നോൺ കഴിക്കരുതെന്ന് പറയുന്നവരുടെ. ചിലർക്ക് കഴിക്കാം പക്ഷി ഇറച്ചി മാത്രം, ഇപ്പോൾ കോഴിയോ താറാവോ, പക്ഷിയാണ് ചിറകുള്ള. ചിലർക്ക് മത്സ്യം മാത്രം കഴിക്കാം. അങ്ങനെയൊക്കെ പറഞ്ഞു വിടേണ്ടതായിട്ടുണ്ട്. ഹൈപ്പർ ആക്ടിവിറ്റി ഒരുപാടുള്ളവർ ഒരിക്കലും നാൽക്കാലികളെ കഴിക്കരുത്. നാൽക്കാലികളുടെ ഇറച്ചി കഴിക്കാൻ പാടില്ല. ഇതെല്ലാം നമ്മൾ മെഡിക്കൽ അസ്ട്രോളജി നോക്കുമ്പോൾ പറഞ്ഞു വിടും. നിങ്ങൾ പിന്നെ മുട്ട കഴിക്കരുതാത്തവരുണ്ട്. മുട്ട മാനസിക രോഗം വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. എളുപ്പം ഈ മന്ദബുദ്ധികൾക്ക് മുട്ട കഴിച്ചാൽ വസ്ത്രമില്ല നടന്നു കളയും. എന്തെല്ലാം ഗോഷ്ഠി കാണിക്കും. അതാണും പെണ്ണും. അത് ഞാൻ ഒത്തിരി നിരീക്ഷണം നടത്തിയിട്ടുള്ളതാണ്. അപ്പം ഇതെല്ലാം മെഡിക്കൽ അസ്ട്രോളജിയിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇങ്ങനെ. നന്ദി സർ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.
ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.